Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 10-3-2025 തിങ്കളാഴ്ച 22,441 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 22,345 എന്ന ലെവലിലാണ്. അതായത് ഏതാണ്ട് 96 പോയിന്റിന്റെ മൈനസ് ഗ്യാപ് ഡൗണിലാണ് ഉണ്ടായത്. ഇന്നത്തെ ഹൈ ലോ എന്നിവ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഏതാണ്ട് 208 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റി ആകെ നൽകിയത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ലെവലിന് താഴെ തന്നെയാണ് ഓപ്പൺ ചെയ്ത് അവിടെ ക്ലോസ് ആവുകയും ചെയ്തു ആദ്യത്തെ 5 മിനിറ്റ്. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ എന്നായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് കണ്ടപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തേക്കാം, തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞവർക്ക് ഇവിടെ ഒട്ടനവധി പ്രാവശ്യം ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഡിപ്പും ബൈ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മേന്മ. എന്നാൽ പലരും ഇവിടെ നിന്നും പുട്ട് ഓപ്ഷൻ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് ചിലർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചിലരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ റിവേഴ്സ് ട്രേഡിനുള്ള സാധ്യതയാണ്. ശരിക്കും കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വയ്ക്കാൻ അറിയുന്നതെങ്കിൽ ആ തരത്തിലാണ് സംഭവിക്കുക. അത്തരത്തിൽ കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് പരിഗണിക്കാതെ വീണ്ടും റിവേഴ്സ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് തന്നെ ജനറേറ്റ് ചെയ്ത് അവർക്ക് വന്ന ലോസ് പരിഹരിച്ച് നല്ല ഗ്രീനിൽ തന്നെ നല്ല പ്രോഫിറ്റോടുകൂടി തന്നെ പി ആൻഡ് എല്ലുകൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലെവലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സെല്ലിംഗ് വന്നു എങ്കിൽ പോലും അതും കേവലം 5 മിനിറ്റിൻ്റെ ഒരു ഡിപ്പ് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകളെ, അതായത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് നല്ല ലാഭത്തിലോട്ട് ട്രേഡ് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ ഏരിയയിൽ നിന്നും സാമാന്യം നല്ല ഒരു കൺസോൾട്ടേഷൻ ലഭിച്ചിരുന്നു എങ്കിലും അതും കൃത്യമായും ഡേയുടെ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് മാർക്കറ്റ് ചെയ്തത്. അത് ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്ത് ട്രേഡുകൾ ആ ട്രെൻഡിലേക്ക് തന്നെ എടുക്കാൻ കഴിഞ്ഞവർക്ക് എല്ലാവർക്കും തന്നെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തി നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 22,503 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ട് 22,469 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22,633 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെയായി 588 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22,633 എന്ന മേജർ റെസിസ്റ്റൻസിന് മുകളിൽ 678, 728, 819 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ് 22,588 എന്ന ലെവൽ. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവൽ ലഭിച്ചേക്കാം. ഇത് ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ലെവലിന് മുകളിലോട്ട് കയറി ക്ലോസ് ആകുന്നു, ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല അപ്പ് മൂവ് ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും കൃത്യമായ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി ബൈ ഓൺ ഡിപ്പ് അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രധാനമായും ലഭിക്കേണ്ട ടാർഗറ്റ് 22,414 എന്ന ലെവലിന് താഴോട്ട് തന്നെ ഒരു ക്ലോസിംഗ്, ഒരു 15 മിനിറ്റ് ക്യാൻഡിൻ്റെ ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിലാണ് നമുക്ക് ഒരു സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് വീണ്ടും നിഫ്റ്റി തിരിയുമോ എന്ന ഒരു ചിന്തയ്ക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ ഞാൻ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ
പ്രൈസ് വീണ്ടും വീക്കായേക്കാം. എന്നാൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഡൗൺ സൈഡിലോട്ട് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. 47,861 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 47,758 എന്ന ലെവലിൽ ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 48,477 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി കാണുന്നത്. തൊട്ട് താഴെയായി 48,288 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാമെന്നാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ 48,609 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിലാണ് തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 47,662 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു വന്നാൽ തുടർന്ന് ഡൗൺ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റുകൾ ലഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ് ഇവ. 74,132 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 74,016 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 74,534, 696, 835 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് ആയി വരുന്നത് അല്പം കൂടി ഉയരെയാണ്, 75,285 എന്ന ലെവലിലാണ്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ഓരോന്നായി ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാം. എന്നാൽ അത്തരത്തിലൊരു മൂവിങ് ലഭിക്കുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയതായി നൽകപ്പെടുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അവ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 73,816 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു, ഇന്നത്തെ ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് അല്പം കൂടി ഇൻഡെക്സ് വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്കിപ്പോൾ കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഇത് പൂർണ്ണമായും എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന ഒരു പ്ലാൻ മാത്രമാണ്. ഇത് ഒരു ബൈ സെല്ല് സജഷനോ അത്തരത്തിലുള്ള പുട്ട് ഓപ്ഷനോ കോൾ ഓപ്ഷനോ വാങ്ങാനുള്ള ഒരു നിർദ്ദേശമോ ഒന്നുമല്ല. ഇത് എൻ്റെ ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന പ്ലാൻ മാത്രമാണ്. നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം പഠനാർത്ഥം. എന്നാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള സജഷൻസ് നൽകാൻ പാടുള്ളതുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ആരെങ്കിലും ഉപയോഗിക്കണമെന്ന് യാതൊരു വിധത്തിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല.
എന്നാൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ട്രേഡിംഗ് പ്ലാനും അതിൻ്റെ ലെവലുകളും ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും കൃത്യമായി ട്രേഡ് തിരിച്ചറിയാനും അവ പ്രോഫിറ്റബിളായി ട്രേഡ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്